ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്ന മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിയത് കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് രുചിച്ചാണ്. പഠനത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് ഉപദേശകനായി അദ്ദേഹം നിയമിതനാകുന്നത്. പിന്നീട് ധനമന്ത്രിയാവും 2 തവണ രാജ്യത്തെ പ്രധാനമന്ത്രിയായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ഫീസ് നൽകാൻ പണമില്ലാത്തതിനെ തുടർന്ന് 1 വർഷത്തെ കോളേജ് പഠനം മുടങ്ങിയ അമൃത്സറിലെ ഗലിബറി വാലിയിലെ സാധാരണ വിദ്യാർത്ഥി പ്രധാനമന്ത്രി വസതിയായ റേസ് ഹോഴ്സ് റോഡിലെ 7-ാം നമ്പർ വീട്ടിലേക്കെത്തിയത് കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് രുചിച്ചാണ്. പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗായിൽ അധ്യാപകനായിരുന്ന ഗുർമിത് സിംഗിന്റെയും അമൃത് കൗറിന്റെയും മകനായി 1932 സെപ്റ്റംബർ 26-നായിരുന്നു മൻമോഹൻ സിംഗിന്റെ ജനനം. പാകിസ്ഥാനിലെ പെഷ്വാറിൽ നിന്ന് അമൃത്സറിലേക്ക് പലായനം ചെയ്ത കുടുംബമായതുകൊണ്ട് തന്നെ കുടുംബത്തിന് പരിമിതികളേറെ ഉണ്ടായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്ന മൻമോഹൻ സിംഗ് വിവിധ സ്കോളർഷിപ്പുകളോടെയാണ് പഠനം പൂർത്തിയാക്കിയത്. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ മൻമോഹൻ ലണ്ടനിലെ കേംബ്രിഡ്ജിലെ സെന്റ് ജോൺസ് കോളേജിൽ MA എക്കണോമിക്സിന് ചേർന്നു. മികച്ച പ്രകടനത്തിലുള്ള റൈറ്റേഴ്സ് പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് മൻമോഹൻ അവിടെ പഠനം പൂർത്തിയാക്കിയത്. നൊബേൽ സമ്മാന ജേതാക്കളടക്കം പഠിച്ച ഓക്സ്ഫോർഡിലെ നെഫീൽഡ് കോളേജിലായിരുന്നു മൻമോഹന്റെ ഗവേഷണം. പഠനത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് നെഹ്റുവിന്റെ വിശ്വസ്തനായ പാർലമെന്ററി സെക്രട്ടറി ലളിത് നാരായണ മിശ്ര മൻമോഹനെ വാണിജ്യ വ്യവസായ വകുപ്പിൽ ഉപദേശകനായി നിയമിക്കുന്നത്. 20 വർഷത്തോളം സർക്കാരിന്റെ പല സ്ഥാനത്തും മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു. 1971 കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്, 1972 ചീഫ് എക്കണോമിക് അഡ്വൈസർ, 1976 റിസർവ് ബാങ്ക് ഡയറക്ടർ, 1982 റിസർവ് ബാങ്ക് ഗവർണർ, 1985 കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ, 1987 ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, 1991 പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ്, അതേ വർഷം തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ. ഇതിനിടെ ലോക വ്യാപാര സംഘടനയിലും ലോകബാങ്കിലും നിർണായക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. UGC ചെയർമാനായിരിക്കെയാണ് റാവു തന്റെ മന്ത്രിസഭയിലേക്ക് മൻമോഹനെ ക്ഷണിക്കുന്നത്. ധനമന്ത്രിയായ ശേഷമാണ് മൻമോഹൻ രാജ്യസഭയിലൂടെ പാർലമെന്റ് അംഗമാകുന്നത്. പിന്നീട് 2004 കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് ഇടതു പിന്തുണയോടെ രൂപീകരിച്ച 1ാം UPA സർക്കാരിൽ വലിയ രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലേക്ക്. ന്യൂസ് ഡെസ്ക്, News 18.